ശ്വേത മേനോനെതിരായ എഫ്ഐആർ കോടതി നിർദ്ദേശപ്രകാരമെന്ന് പോലീസ്. കോടതി ഉത്തരവിട്ടാൽ പോലീസിന് വേറെ വഴിയില്ല. കോടതി ഉത്തരവിട്ടാൽ ഏത് പരാതിയിലും എഫ്ഐആർ ഇടണം. അന്വേഷണം നടത്തുമെന്ന് SP CB ടോം പറഞ്ഞു. എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്രതി സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടും കരുതലോടും കൂടി സിനിമയിലും പരസ്യങ്ങളിലും അല്ലാതെയും മറ്റുള്ളവർക്കും അറപ്പുളവാകുന്ന വിധത്തിൽ നഗ്നതയോടെ അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും പോൺ സൈറ്റുകളിലൂടെയും പ്രചരിപ്പിച്ച് വൾഗറായ സെക്സ് സിനിമ നടിയാണെന്ന കുപ്രസിദ്ധി ദുരുപയോഗം ചെയ്ത് കച്ചവടം നടത്തി വരുമാനമുണ്ടാക്കുന്ന കാര്യം എന്നാണ് എഫ്ഐആറിൽ പരാമർശിച്ചിരിക്കുന്നത്. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചുവെന്നാണ് ശ്വേത മേനോനെതിരായ പരാതി. കൊച്ചി സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മാർട്ടിൻ മേനാശ്ശേരി എന്നയാൾ നൽകിയ പരാതിയിലാണ് കേസ്. IT നിയമത്തിലെ 67A വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ്. അശ്ലീല രംഗങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്ന് പരാതിയിൽ പറയുന്നു. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ നിന്ന് ജഗദീഷ് പിന്മാറിയതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോൻ എത്താൻ സാധ്യത കൂടിയിരുന്നു. എന്നാൽ കേസ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ എന്നിവരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയ പത്രിക പിൻവലിച്ചതോടെ മത്സരം ശ്വേതയും ദേവനും തമ്മിലാവുകയായിരുന്നു.